മനസ്സ് വളരെയധികം അശാന്താണ്. ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല. ഒരു ശൂന്യത അനുഭവപ്പെടുകയാണ് മനസ്സിന്. അശാന്തമാണ് മനസ്സ്. അപ്പോൾ അശാന്തമായിട്ടുള്ള മനസ്സിനെ നമ്മൾ എന്ത് ചെയ്തെടുക്കണം? ശാന്തമാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു വിധത്തിലുള്ള ജോലിയും ചെയ്യാനായിട്ട് തോന്നുന്നില്ല. പല ചിന്തകളുടെ വൈബ്രേഷൻ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. എന്തൊക്കെ ചെയ്തിട്ട് ഒന്നും ശരിയാകുന്നില്ല. എന്തോ ഒന്ന് മനസ്സിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കെട്ടിക്കിടക്കുന്ന ആ ചിന്തകളെ നിങ്ങൾ തുറന്നു വിടുക എന്നുള്ളതാണ്. അതിന് ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കുക എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് ഏതവസ്ഥയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ മുറിയിൽ അടച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് പ്രകൃതിയിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രകൃതിയിൽ നല്ല ഭംഗിയുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാവുന്നതാണ്. നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലം, അല്ലേ? കിളികളുടെ ശബ്ദം, അതുപോലെ തന്നെ കുറച്ച് നല്ല പൂക്കളെല്ലാം വിടർന്നു നിൽക്കുന്ന സ്ഥലം, അരുവി ഒഴുകുന്ന സ്ഥലം, അരുവി പോയിട്ട് പുഴ ഒഴുകുന്ന സ്ഥലം, അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോയിട്ട് ഏകാന്തമായിട്ട് ഒറ്റയ്ക്ക് കുറച്ച് നേരം ഇരിക്കുക, മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ്. ശാന്തമായി ഒഴുകുന്ന പുഴയിലേക്ക് നിങ്ങളൊരു കല്ലെടുത്ത് എറിഞ്ഞു. ആ പുഴയിൽ എന്താണ് സംഭവിച്ചത്? ഓളങ്ങളുണ്ടായി, അതിൻ്റെ വൈബ്രേഷൻ ഉണ്ടായി, പുഴ അശാന്തമായി. ഇത്രയും നേരം പുഴ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സും. ശാന്തമായി കൊണ്ടിരിക്കുകയായിരുന്നു ജീവിതം. പെട്ടെന്ന് അങ്ങയുടെ അശാന്തിയുടെ ഒരു കല്ല് വന്ന് വീണു. അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടായി, അല്ലേ? അപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? പല മാർഗങ്ങളുണ്ട്. ഒന്ന് പ്രകൃതിയിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. പ്രകൃതിയിൽ നിങ്ങൾ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലത്ത് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മ്യൂസിക് കേൾക്കാം, അല്ലേ? അല്ലെങ്കിൽ ശാന്തമായിട്ട് നിങ്ങളൊരു മരച്ചൂട്ടിൽ പോയിട്ടിരുന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ കാണാം, ഒരു ഫിലിം കാണാം, അല്ലേ? നല്ല ഫ്രണ്ട്സിനോട് മനസ്സ് തുറന്ന് ഓപ്പണായി സംസാരിക്കാം. നിങ്ങൾക്ക് മനസ്സ് അശാന്തമായിട്ടിരിക്കുന്ന സമയത്ത്, അതായത് വളരെയധികം ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഫണ്ണി വീഡിയോസ് ഇട്ട് കാണുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് കുറച്ചു നേരം ചിരിക്കാൻ പറ്റിയതും, അല്ലേ? തമാശ ഓർത്ത് ചിരിക്കാൻ പറ്റിയതായിട്ടുള്ള വീഡിയോസ് ഉണ്ടാകുമല്ലോ, ആ വീഡിയോസ് കാണുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ ഉദാഹരണം. വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതായത് എൻ്റെ മനസ്സ് വളരെയധികം വിഷമം അനുഭവപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് കാര്യം ചെയ്തിട്ട് ശരിയാകുന്നില്ല എന്ന് വരുന്ന ആ സമയത്ത് ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? വളരെയധികം ഫണ്ണി ആയിട്ടുള്ള തമാശ തോന്നുന്ന വീഡിയോസ് ഇട്ട് കാണും. അപ്പോൾ നമുക്ക് കുറച്ചു നേരം ചിരിക്കാനായിട്ട് കഴിയും. ചിരി എപ്പോഴും ഹൃദയത്തിനും മനസ്സിനും നല്ലതാണ്. ചിരിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ആ ടെൻഷൻ കുറച്ചു നേരം നമുക്ക് മാറും. അപ്പോൾ നിങ്ങളുടെ മനസ്സ് അശാന്തമായിട്ടിരിക്കാൻ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ഒന്നല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങുക. പ്രകൃതിയിൽ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യുക. കണ്ണുകൾ അടച്ചുകൊണ്ട് കുറച്ച് നേരം പ്രകൃതിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളതാണ്. ഇനി പ്രകൃതിയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ, കണ്ണടച്ച് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പലവിധത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാവുന്നതാണ്. കിളികളുടെ ശബ്ദം, പുഴ ഒഴുകുന്ന ശബ്ദം, അല്ലേ? കാറ്റിൻ്റെ മർമ്മരം, അല്ലേ? ഇലകൾ പൊഴിഞ്ഞു വീഴുന്ന ശബ്ദങ്ങൾ, ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് കൊടുക്കേണ്ടതാണ്. അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നതാണ്. ഇനി മനസ്സ് നമുക്ക് പിടിച്ചാൽ പല സമയത്തും മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റാതെ വരുന്ന അവസ്ഥകളുണ്ട്, അല്ലേ? ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നാണ്. ചില സമയത്ത് ബുദ്ധിയെ തോൽപ്പിച്ചുകൊണ്ട് മനസ്സ് പാഞ്ഞു പോകാറുണ്ട്. പക്ഷെ നിങ്ങളതിനെ പിടിച്ചു കെട്ടുക എന്നുള്ളതാണ്.